നമസ്കാരം. ഏഷ്യൻ മാർക്കറ്റുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം മന്ത്ലി എക്സ്പയറിയുടെ പശ്ചാത്തലത്തിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ മാർക്കറ്റ് 0.49% ഇടിയുകയും 24,000 താഴെ 23,913 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ട് മികച്ചതാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 1.49%, കൊറിയൻ ഇൻഡെക്സ് 4.48% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ആസ്ട്രേലിയൻ ഇൻഡെക്സ് 0.13, സൗത്ത് കൊറിയൻ ഹോങ്കോങ് ഇൻഡെക്സ് 1%-അടുത്തും ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഡോ ജോൺസ് 0.23% ഇടിഞ്ഞെങ്കിലും നാസ്ഡാക്ക് 1.19% ഉയരുകയും S&P 0.61% ഉയരുകയും ചെയ്തു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലെ സംഘർഷ സാധ്യത അയവ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസിലും ഒരു കൂൾ ഓഫ് സംഭവിച്ചു. ബ്രന്റ് ക്രൂഡ് 0.5% ഇടിഞ്ഞ് $99 പെർ ബാരൽ എന്ന ലെവലിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ US ഇറാൻ ചർച്ചകളുടെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ വരും ദിവസങ്ങളിലെ മൂവ്മെൻറ്റ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ONGCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 14% വർദ്ധിച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവ് വന്നു. 8,372 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 6,650 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. എബിറ്റ മാർജിൻ 49% നിന്നും 54% ഉയർന്നപ്പോൾ എബിറ്റ 3% വർദ്ധിച്ച് 17,774 കോടിയിൽ നിന്നും 17,322 കോടിയിലേക്കെത്തി. രണ്ടാമത്തേത് IRCTCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിക്കുകയും റവന്യൂ 15% വർദ്ധിക്കുകയും ചെയ്തു. റവന്യൂ 1,269 കോടിയിൽ നിന്നും 1,460 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ് 3.5% വർദ്ധിച്ച് 385 കോടിയിൽ നിന്നും 399 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 30% നിന്നും 27%-ലേക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. JK ടയറിൻ്റെ റവന്യൂ 12% വർദ്ധിച്ചു. പ്രോഫിറ്റ് 95%-അടുത്ത് വർദ്ധിച്ച് 13 കോടിയിൽ നിന്നും 25 കോടിയിലേക്കെത്തി. എബിറ്റ 47% വർദ്ധിച്ച് 363 കോടിയിൽ നിന്നും 537 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 9.7%-ൽ നിന്നും 12.7%-ലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനി ₹4 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. സീമെൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 14% ഉയർന്ന് 4,029 കോടിയിൽ നിന്നും 4,618 കോടിയിലേക്കെത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 36% ഇടിഞ്ഞ് 582 കോടിയിൽ നിന്നും 370 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. രാംരത്ന വയർസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 18 കോടിയിൽ നിന്നും 39 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ 45 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് മെച്ചപ്പെടുകയും റവന്യൂ 83% വർദ്ധിച്ച് 957 കോടിയിൽ നിന്നും 1,753 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. അതുകൊണ്ട് രാംരത്ന വയർസിനെ ശ്രദ്ധിക്കാവുന്നതാണ്. സെൻകോ ഗോൾഡിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റ് ആണ്. പ്രോഫിറ്റ് 62 കോടിയിൽ നിന്ന് 187 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 1,378 കോടിയിൽ നിന്നും 1,997 കോടിയിലേക്ക് ഉയർന്നു. എബിറ്റ 127 കോടിയിൽ നിന്നും 274 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 9%-ൽ നിന്നും 13%-ലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. മോർപ്പൻ ലാബ്സിൻ്റെ റവന്യൂ 4% വർദ്ധിച്ചു. പ്രോഫിറ്റ് 22% ഇടിഞ്ഞ് 20 കോടിയിൽ നിന്നും 15 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 9%-ൽ നിന്നും 5%-ലേക്ക് ഇടിയുകയും ചെയ്തു. എബിറ്റ 42% ഇടിഞ്ഞ് 42 കോടിയിൽ നിന്നും 24 കോടിയിലേക്കെത്തി. സുമിത്തോമോ കെമിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏറെക്കുറെ ഫ്ലാറ്റാണ്. പ്രോഫിറ്റ് 11% വർദ്ധിച്ചെങ്കിലും റവന്യൂ ഫ്ലാറ്റ് 684 കോടിയിൽ നിന്നും 679 കോടിയിലേക്കെത്തി. എബിറ്റ 12% വർദ്ധിച്ച് 120 കോടിയിൽ നിന്നും 134 കോടിയിലേക്ക് ഉയർന്നപ്പോൾ മാർജിൻ 17%-ൽ നിന്നും 19%-ലേക്ക് ഉയർന്നിട്ടുണ്ട്. പോണ്ടി ഓക്സൈഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. റവന്യൂ 78% വർദ്ധിച്ച് 524 കോടിയിൽ നിന്നും 935 കോടിയിലേക്കെത്തി. പ്രോഫിറ്റ് 16 കോടിയിൽ നിന്നും 37 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 5.3%-ൽ നിന്നും 6.3%-ലേക്ക് ഉയരുകയും ചെയ്തു. അതുകൊണ്ട് മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലും പോണ്ടി ഓക്സൈഡ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് സാത്വിക് ഗ്രീൻ എന്ന കമ്പനിക്ക് 171 കോടി രൂപയുടെ സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാത്വിക് ഗ്രീൻ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്.
രണ്ടാമത്തേത് GPT ഇൻഫ്ര പ്രൊജക്ട്സ് ആണ്. ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 72 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ടാറ്റ എലക്സി വൈറ്റൽ AI എന്ന പേരിൽ പുതിയ ഒരു മെറ്റീരിയൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ എലക്സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. HG ഇൻഫ്ര എന്ന കമ്പനിക്ക് 45 കോടി രൂപയുടെ ഒരു ട്രാൻസ്മിഷൻ സർവീസ് പ്രൊവൈഡർ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് HG ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. കോൾ ഇന്ത്യയിൽ ഗവൺമെൻറ് 1% സ്റ്റേക്കുകൾ OFS വഴി സെൽ ചെയ്യാൻ തീരുമാനിച്ചു. 412 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും കോൾ ഇന്ത്യയുടെ ഷെയറുകൾ ഗവൺമെൻറ് വിറ്റഴിക്കുക. കൂടാതെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ പോണ്ടി ഓക്സൈഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2:5 എന്ന റേഷ്യോയിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് 1303 കോടി രൂപയുടെ ഓർഡറുകൾ ഡിഫറൻറ്റ് സെഗ്മെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് KEC ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ക്ലീൻ മാക്സ് എൻവിയോൺമെൻറ്റ് എന്ന കമ്പനി 351 മെഗാവാട്ട് ശേഷിയുള്ള ബിക്കാനേർ സോളാർ പാർക്കിൻ്റെ റിന്യൂവബിൾ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലീൻ മാക്സ് എൻവിയോ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്